ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ അനുവിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മീനാക്ഷി സമാധാനിപ്പിക്കുവാണ്. മീനാക്ഷി പറഞ്ഞു, മോളെ നീ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ ഒരുങ്ങുക പോലും ചെയ്യില്ലായിരുന്നു പറഞ്ഞു. ചേച്ചി എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്തോണ്ടാന്ന് പറഞ്ഞു. സങ്കടം നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയ പിന്നെ ഞങ്ങൾക്ക് എത്രമാത്രം സങ്കടം ഉണ്ടാവും നീ ചിന്തിച്ചോ? അത് പിന്നെ ഞാൻ കാരണമല്ല ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷെ ഞാൻ അലോകിനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അവനെ പിന്തിരിപ്പിക്കുകയോ ചെയ്തേ. അപ്പൊ അതിന്റെ ദേഷ്യത്തിന് അവൻ ഇങ്ങോട്ടേക്ക് വന്നേ. അച്ഛനും അമ്മയുടെ ഒക്കെ മുഖത്ത് നോക്കാൻ എനിക്ക് പറ്റില്ല. അവരൊക്കെ എന്നെ കുറ്റക്കാരായിട്ടാ കണ്ടിരിക്കണേ. അവർക്ക് ഒരിക്കലും എന്നോട് പൊറുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു അത്? അതൊക്കെ വെറും നിന്റെ തോന്നലല്ലേ? അച്ഛനും അമ്മയൊക്കെ നിന്റെ നിരപരാധം തിരിച്ചറിഞ്ഞ് നിന്റെ അടുത്തേക്ക് വരും. സത്യമാണോ? മീനാക്ഷി ചേച്ചി പറയണേന്ന് ചോദിച്ചു. അതെ, സത്യമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് സമാധാനിക്കാലോ അല്ലേന്ന് ചോദിച്ചു. അതെ, നിനക്ക് സമാധാനിക്കാം. ഇനി നീ ഇങ്ങനെ കടുങ്കയൊന്നും ചെയ്യരുത്, അറിയാലോ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്കൊക്കെ സന്തോഷ സമാധാനമാവുന്ന കരുതിയായിട്ടാണോ നീ ഇരിക്കണേ? ഒരു കാര്യം ചെയ്യാം, നീ എനിക്ക് ബാക്കത കൈത്തൊട്ട് സത്യം ചെയ്ത് പറ, ഇനി നീ ഇങ്ങനെ ഒന്നും ചെയ്യാൻ മുതിരില്ലെന്ന്. ഒടുവില് അനു മീനാക്ഷിയുടെ കൈയെ തൊട്ട് സത്യം ചെയ്ത് പറയാണ്, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന്. അത് മതി, ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് സന്തോഷ സമാധാനം ആവോ എന്നും പറഞ്ഞുകൊണ്ട് അനുവിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് മീനാക്ഷി. മീനാക്ഷിക്ക് ഭയങ്കര ടെൻഷനായി പോയായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചു പോയ ദുരന്തത്തിന് മേലെ വീണ്ടും ദുരന്തമായി മാറുമായിരുന്നു ഈ വീട്. പിന്നെ ഈ വീട്ടിലുള്ളവർക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല. എല്ലാവരും അത്രമാത്രം അനുവിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഈ സംഭവം അതൊരു പക്ഷെ അവളുടെ ഭാഗത്തെ തെറ്റല്ല. അവള് തെറ്റ് ചെയ്തിട്ടുണ്ട്, അലോകിനെ ഇഷ്ടപ്പെട്ടെ. പക്ഷെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല, അവനെ ഒഴിവാക്കാനാ ശ്രമിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പം ശ്രീദേവി മുറിയിൽ ആനന്ദ് വലിച്ചു കയറി കളഞ്ഞ തൊട്ടിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ ഓരോ പീസൊക്കെ കയ്യിലെടുത്ത് നോക്കി സങ്കടപ്പെട്ട് കണ്ണൊക്കെ നിറഞ്ഞൊഴുകിയിരിക്കണം. അപ്പോഴാണ് മീനാക്ഷി അങ്ങോട്ടേക്ക് വരുന്നത്. മീനാക്ഷി എന്ത് നോക്കിക്കഴിഞ്ഞപ്പോ തൊട്ടിയുടെ പീസൊക്കെ കിടക്കുന്നു. ഇതെന്താ എടുത്തി എന്ന് ചോദിച്ചു. അതെ, എന്റെ കയ്യിലെ കുഴപ്പമല്ലേ, ഞാൻ കാരണമല്ലേ കുഞ്ഞ് നഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു. ഓ, ഏട്ടത്തി ഇപ്പോഴും അത് വിട്ടിട്ടില്ലേ? ദേ ശ്രീദേവി എടുത്തി ആ കാര്യം അങ്ങോട്ട് വിട്ടാരെ. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിലേ അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ. അതിനെക്കുറിച്ച് ഇനി ഒരു നിമിഷം പോലും ആലോചിക്കണ്ടെന്ന് പറഞ്ഞു. ചേച്ചി ആഹാരം കഴിക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാന്നേ? കഴിക്കണം, ഞാൻ വാരിത്തരാന്ന് പറഞ്ഞു. അങ്ങനെ വാരി കൊടുക്കുന്ന സമയത്ത് വേണ്ടാന്ന് പറയണം. വീണ്ടും നിർബന്ധിച്ച് കഴിപ്പിക്കുക. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, മീനു നീ നേരത്തെ പറയില്ലായിരുന്നു എന്നെ ഇങ്ങനെ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കുന്ന സമയത്ത്. ദേ ഏട്ടത്തിക്ക് വേണ്ടെങ്കിൽ ഏട്ടത്തി കഴിക്കണ്ട, പക്ഷേ ഇത് ഏട്ടത്തിന്റെ വയറ്റ് വിടുന്ന കുഞ്ഞിന് വേണ്ടിയിട്ടാ, കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാന്ന്. ഇനി ഞാൻ ആരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാ മീനാക്ഷി കഴിക്കണ്ടേ എന്ന് ശ്രീദേവി ചോദിക്കുക. അല്ല അത് പിന്നെ ഏട്ടത്തി, ഞാൻ കഴിച്ചോണ്ട് എന്താ പ്രയോജനം ഇരിക്കുന്നേ? എന്റെ വയറ്റ് കുഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് അനു അങ്ങോട്ടേക്ക് വരുന്നേ. അനു ഓടി വന്ന ശ്രീദേവിയുടെ കാലിലേക്ക് പിടിക്കണം. എന്നോട് പൊറുക്ക് ഏട്ടത്തി, എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഞാനാ തെറ്റ് ചെയ്തേ, ഞാൻ കാരണമല്ലേ ദേവടത്തിന്റെ കുഞ്ഞു പോയെന്ന് ചോദിച്ചു. പോട്ടെ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കല്ല എന്ന് പറഞ്ഞു. എനിക്കറിയാം ഞാനാണ് തെറ്റുകാരി, ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു, എന്റെ കയ്യിലെ കുഴപ്പമാന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീദേവി പറഞ്ഞു, സാരമില്ല പോട്ടെ, വിഷമിക്കൊന്നും വേണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. എന്തിനു വേദന, നിന്നോടൊപ്പം ഞാനില്ലേ, പിന്നെ നീ എന്തിനാ വിഷമിക്കണം എന്നൊക്കെ ചോദിച്ചു. എന്നാലും എനിക്കൊരു സമാധാനം വരുന്നില്ല എന്ന് പറഞ്ഞു. സാരമില്ല, ഇടത്തേക്ക് എന്നോട് ദേഷ്യം ഉണ്ടോയെന്ന് ചോദിച്ചു. ദേഷ്യം? ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? അല്ല, അലോക് ഈ വീട്ടിലേക്ക് വന്നോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. അപ്പോഴാണ് ആര്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. ആരും കേട്ടത്, അലോക് ഈ വീട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിലോ ഞാനും അവനും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചായിരുന്നു എടുത്തി. പക്ഷേ എങ്കിൽ അവൻ ഇങ്ങോട്ടേക്ക് വന്നു. അവനോട് ഞാൻ മുറിയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ അവൻ പോയില്ല. പക്ഷെ നിങ്ങളെല്ലാരും കൂടെ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം രക്ഷപ്പെടാൻ ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഏടത്തിയുടെ വയറിന് അവൻ തൊഴിച്ച്. അതുകൊണ്ടല്ലേ ഏടത്തിയുടെ കുഞ്ഞു പോയെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ആരിനും സഹിച്ചില്ല. അപ്പൊ ഇതായിരുന്നു കാര്യം. എടിയും നാശം പിടിച്ചോളേന്ന് പറഞ്ഞോണ്ട് പാഞ്ഞു കയറി അങ്ങോട്ട് വന്നു. ആരിന് അവളുടെ മുടിക്ക് കുത്തിപ്പിടിക്കുകയാണ്. അനുവിന്റെ ഇങ്ങോട്ടിറങ്ങി വാടിയെന്ന് പറഞ്ഞോണ്ട് നേരെ ഹാളിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്ക് ശ്രീദേവി ചാടി എഴുന്നേറ്റു. എടാ ആര്യാന്ന് പറഞ്ഞ്. ആ സമയം മീനാക്ഷി പറഞ്ഞു, അതെ ശ്രീദേവി അടുത്ത് ഇവിടെ ഇരുന്നോ, അങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറഞ്ഞു. അത് പിന്നെ മീനു ഞാൻ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞിട്ട് കഥവ് പുറത്തുനിന്ന് അങ്ങ് ലോക്ക് ചെയ്യുവാണ്. ആ സമയത്ത് അവളെ കൊണ്ട് പോയിട്ട് തെരുതെരെ തല്ലുവാണ് ആരിന്. ഇടി നീയാണ് അപ്പൊ ഈ കുടുംബത്തിന്റെ പ്രശ്നത്തിന് കാരണം, നിന്നെ ഞങ്ങൾ അത്രമാത്രം സ്നേഹിച്ച്, എന്നിട്ട് നീയ. ഈ സമയം ഗോമതി പാഞ്ഞു വന്നിട്ട്, എന്താണ് ആര്യ, നീ എന്താ അവളെ കാണിക്കണമെന്ന് ചോദിച്ചു. ബാലൻ തടഞ്ഞു. അനങ്ങരുതെന്ന് പറഞ്ഞു. അവിടുന്ന് കൈ കൊണ്ട് കാണിച്ചു. കിട്ടുന്ന കിട്ടട്ടെ എന്നുള്ള രീതിക്കായിരുന്നു. മിണ്ടര് ചെയ്ത് അനങ്ങരുതെന്ന് പറഞ്ഞു. ഗോമതി ബ്രേക്ക് ഇട്ട പോലെ അവിടെ നിൽക്കുകയാണ്. ആര്യം പറഞ്ഞു, നിന്നെ ഞങ്ങൾ എത്രമാത്രം വിശ്വസിച്ചു സ്നേഹിച്ചു, എന്നിട്ട് ഞങ്ങളോട് തന്നെ വേണം നീ ചതി ചെയ്യാനെന്നല്ലേന്ന് ചോദിച്ചു.
അത് കണ്ടോണ്ട് മീനാക്ഷി ഓടി വന്നു. നീ ചോദിച്ചു, അച്ഛൻ എന്താ നോക്കിയിരിക്കണേ? തടയാൻ പറഞ്ഞു. പക്ഷെ തടഞ്ഞില്ല. ഗോമതിയും തടയാനായിട്ട് ചെന്നില്ല. മീനാക്ഷി എന്നിട്ട് പറഞ്ഞു, എന്താടാ ആര്യ, നീ ഇതെന്താ കാണിക്കണം വെച്ചു. ഏട്ടത്തെയും കൂടെ മാറി നിൽക്കുക. ഏയ് എടാ, നീ ഇങ്ങനെ ഇവളെ തല്ലല്ല. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. അവള് നിരപരാധിയാന്ന് പറഞ്ഞു. ഏട്ടത്തിയോട് അങ്ങോട്ട് മാറി നിൽക്കാനല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് ആരൻ അവിടെ കിടന്ന് ആക്രോശിക്കുകയാണ്. പിന്നീട് അവളെ തലങ്ങം വിലങ്ങും അടിക്കുകയാണ് അനുവിനെ. ഇതേ സമയത്താണ് ആകാശം അങ്ങോട്ടേക്ക് വരുന്നത്. ആകാശ് അകത്തേക്ക് വരുന്ന സമയത്ത് കാണുന്ന കാഴ്ച അനുവിനെ ഇട്ട് തല്ലുന്ന ആരനെയാണ്. പെട്ടെന്ന് ആകാശം വന്നിട്ട് ആരനെ പിടിച്ചു മാറ്റൂടെ. എടാ, നീ ഇതെന്താ കാണിക്കണേ? ഇങ്ങോട്ട് മാറി നിൽക്കാതെ പറഞ്ഞ് പിടിച്ചു മാറ്റി. നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തായെന്ന് ചോദിച്ചു. നീ എന്തിനാ അനുവിനെ തല്ലുന്നതെന്ന് ചോദിച്ചു. ഏട്ടന് കാര്യം അറിയാവോ? ശ്രീദേവി എടുത്തിട്ട് കുഞ്ഞ് നഷ്ടപ്പെട്ട് ഇവള് കാരണോ? എടാ, നിന്നോട് ആരെ പൊട്ടത്തരം പറഞ്ഞേ? ശ്രീദേവി എടുത്ത് ബാത്റൂമിൽ തെന്നി വീണാലെന്ന് ചോദിച്ചു. അല്ല ഏട്ടാ, സത്യം അതല്ല. അതെ, അലോകിനെ ഇവള് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മുറി കയറ്റി വെച്ചു. അലോക് ദേവി എടുത്തിട്ട് വയറ്റി ചവിട്ടി. അങ്ങനെയാണ് ശ്രീദേവി എടുത്തിട്ട് കുഞ്ഞ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ ആകാശം ഒരു അന്താളിപ്പോടുകൂടി ഇങ്ങനെ നോക്കുവാണ്. അനുവും എന്ത് ചെയ്യണമെന്നറിയില്ല. മീനാക്ഷി അനുവിന് പ്രൊട്ടക്ഷനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് ആകാശ് ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, ഇവളെ കൊല്ലണ്ടേ ഏട്ടാ, ഇവളെ കൊല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി അകത്തേക്ക് അങ്ങോട്ട് കയറി പോയിട്ട് അവിടെ പോയി ആയുധം തപ്പുവാണ്. ഒടുവില് നല്ല ഒന്നാം തന്നെ ഒരു വാക്കത്തി കിട്ടി. അതും എടുത്തുകൊണ്ട് അങ്ങോട്ട് വരുവാണ്. ആ സമയത്ത് ആകാശ് പറഞ്ഞു, എടാ ആര്യ, കൊല്ലണം. പക്ഷെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇവളെയല്ല, അവനെ ആദ്യം നമുക്ക് തീർക്കണമെന്ന് പറഞ്ഞു. ആ അലോകിനെ തീർക്കണം. അവൻ കാരണമല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കണേ. അവനെ നമുക്ക് തീർക്കണമെന്ന് പറഞ്ഞു. എന്നാ ശരി ഭായട്ടാ, നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. ആ സമയത്ത് വല്ലാതെ ടെൻഷനായി പോയി മീനാക്ഷി പെട്ടെന്ന് ആദ്യ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. എങ്ങോട്ട് ആര്യ, പോവരുത് എന്ന് പറഞ്ഞു. ഏടത്തി അങ്ങോട്ട് മാറി നിൽക്കുക, അവനെ ഞങ്ങൾ തീർത്തിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കോമതി പറഞ്ഞു, എടാ ആര്യ, നീക്ക് എന്താ കാണിക്കാൻ പോണേ? അവനെ തീർക്കുമെന്ന് പറഞ്ഞു. അവനും അവിടെ നിന്ന് കരയുവാണ്. അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഈ കുടുംബത്തെ ഇല്ലാതാക്കിയിട്ട് അവനെ വെറുതെ വിടാനോ ഒരു കാരണവശാലും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ രണ്ടുപേരും കൂടെ ഇറങ്ങാൻ തുടങ്ങുവാണ്. ബാലനോ ഗോമതിയെ തടഞ്ഞില്ല. ഗോമതിക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ബാലന് ഒന്നും മിണ്ടാ നിൽക്കുകയാണ്. ഗോമതിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, എടാ നീയൊക്കെ പോയിക്കോ, പക്ഷെ പോകുന്നതിന് മുമ്പ് നിന്റെ പെങ്ങളെ ആദ്യം കൊന്നിട്ട് പോടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രണ്ടുപേരും ഒരു നിമിഷം നിന്നു. നിന്റെ പെങ്ങളുടെ കഴുത്തിർത്തിട്ട് നീ അവനെ പോയി കൊല്ല് എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയില്ലാതെ അവർ ഒരു നിമിഷം നിൽക്കുകയാണ്. പിന്നീട് ബാലൻ അങ്ങോട്ട് ചെന്നു. എടാ, നിന്റെ പെങ്ങളുടെ മുറിയുന്ന അവനെ പിടിച്ച് അറിയാലോ. പിന്നെ നീയൊക്കെ അവിടെ ചെന്ന് ഇത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. പിന്നെ ഇവള് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇവൾക്ക് നല്ലൊരു കല്യാണാലോചന വരുമോ? ഇവളുടെ ജീവിതം എന്തായി തീരും? നാട്ടുകാരുടെ മുന്നിൽ ഈ കുടുംബത്തിന് മാനാഭിമാനങ്ങളൊക്കെ എന്തായി തീരും? നീയൊക്കെ അത് അതിനെക്കുറിച്ച് ആലോചിച്ചോ? അതാ പറഞ്ഞ ആദ്യം ഇവളെ കൊന്നിട്ട് അങ്ങോട്ടേക്ക് പോയിക്കളാൻ പറഞ്ഞേ. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അവർക്കും ധർമ്മസങ്കടമായി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ആ സമയം ബാലൻ പറഞ്ഞു, ദേഷ്യവും സങ്കടം ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ അടങ്ങി നിന്നത്. എനിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അടങ്ങിയത് എന്തുകൊണ്ടാണെന്നറിയാവോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഈ കുടുംബത്തിന്റെ ഭാവി എന്തായി തീരും? ഇവളുടെ ജീവിതം എന്തായി തീരും? ഇവളുടെ ജീവിതം അതോടുകൂടി തീരത്തില്ലേ? അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയത്. നിങ്ങളെക്കാളും കൂടുതലായിട്ട് ദേഷ്യവും രോഷവും ഒക്കെ ഉണ്ടാ. പക്ഷെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ. എന്തേലും ചെയ്യണമെങ്കിൽ ആദ്യം ഇവളെ ചെയ്യണം. ഇവളുടെ മുറിയിൽ നിന്നാണ് അവനെ പിടിച്ചത്. ഇവള് വിളിച്ചു വരുത്താതെ അവൻ ഇങ്ങോട്ടേക്ക് വരുമോന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അവരും നിൽക്കുവാണ്. അനുവാണ് പൊട്ടിക്കരയെ അവിടെ വന്നിട്ട്. മീനാക്ഷിക്ക് എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയണ്ടായിരുന്നില്ല അവളെ. അവള് വിളിച്ചു വരുത്തിയതല്ലല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട്, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.